ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ സമയം 7 മണിയായി ഇവിടെ. ഇന്നെനിക്ക് ഓഫീസൊന്നുമില്ല, പക്ഷേ നമുക്കിന്ന് കൊച്ചിയിലെ കാറ്ററിംഗ് ഉണ്ട്, അതിനിറങ്ങിയതാണ്. എൻ്റെ കൂടെ വിഘ്നേഷും ഉണ്ട്. വിഘ്നേഷിൻ്റെ നെയ്ബറാണ് കേട്ടോ. ഞങ്ങളങ്ങനെ നടന്ന് സിനോജേട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ചേട്ടനെയും കൂട്ടിയിട്ട് ഞങ്ങൾ കിച്ചണിൽ പോയി ഫുഡെല്ലാം കുക്ക് ചെയ്ത് മിൽട്ടൺ കെയ്ൻസിലാണ് നമുക്കിന്ന് പരിപാടി. അങ്ങോട്ട് പോകണം. ഒരു ബർത്ത്ഡേ പാർട്ടിയാണ് ഒരു അങ്കിളുടെ. കിച്ചണിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയാസ് എല്ലാം സാനിറ്റൈസ് ചെയ്ത് വൈപ്പ് ചെയ്യുക എന്നുള്ളതാണ്. വൈപ്പ് ചെയ്ത് പണി തുടങ്ങിയപ്പോഴേക്കും ഫെബിനും സ്നേഹി എത്തി. ഇന്നത്തെ മെനു എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ സമയം 4 മണി. ഞങ്ങൾ കുക്കിംഗ് എല്ലാം തീർത്ത് സാധനങ്ങൾ ലോഡ് ചെയ്ത് ഇറങ്ങി. 5:30 ആകുമ്പോഴേക്കും നമുക്ക് മിൽട്ടൺ കെയ്ൻസിലെത്തണം. ഇവിടുന്ന് ഒരു മണിക്കൂറോളം റണ്ണിങ്ങും ഉണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു ട്രാഫിക്കോ അങ്ങനെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ എത്താൻ ലേറ്റ് ആകുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അരമണിക്കൂർ മുന്നേ തന്നെ എല്ലാ പ്രാവശ്യം ഇറങ്ങാറുണ്ട്. ഈ യാത്രയിൽ എനിക്കും വിഘ്നേഷിനുള്ള ഏറ്റവും വലിയ എൻജോയ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാചേട്ടൻ്റെ തള്ളുകളാണ്. കേട്ടോ നോക്കി. ഇതൊക്കെ വളരെ ചെറുതാണ്. ഇതിലും വലുത് ഞങ്ങൾ സ്ഥിരം കേൾക്കുന്നതാണ്. അപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇന്നത്തെ മെനുവിനെ കുറിച്ച് ഞാൻ പറയാമെന്ന്. കൊച്ചിയിലെ മെനു ഓരോ തവണയും യുണീക്കായിരിക്കും. ആ യുണീക്ക്നെസ് തന്നെയാണ് മറ്റുള്ള കേരള സൗത്ത് ഇന്ത്യൻ കാറ്റേഴ്സിൽ നിന്നും കൊച്ചിലിനെ വേറിട്ട് നിർത്തുന്നത്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഏറ്റവും ബെസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് സിനോജേട്ടനാണ്. സിനോജേട്ടനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം നമുക്ക് ഇന്നത്തെ മെനുവിനെ കുറിച്ച്. നമ്മുടെ മെനുവിനെ കുറിച്ചിട്ട് പറഞ്ഞത് അതെ, ഇന്നത്തെ മെനു ഒരു സ്പെഷ്യൽ ആൾക്കാണ് നമ്മൾ ചെയ്യുന്നത്. പുള്ളിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഒരു മലയാളിയാണ്. ഓക്കെ, ഗ്രെഗറി ജോസ്. പുള്ളിക്ക് അവർ നമ്മുടെ അടുത്ത് വന്നപ്പോൾ അവരൊരു റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ പുള്ളി ഇവിടെ ഒരു 10-30 വർഷത്തിന് മേലെ. ഓക്കെ, അപ്പോൾ അവർ ടിപ്പിക്കൽ മലയാളി ഫുഡ് വേണ്ട, പക്ഷേ പുള്ളിയുടെ എല്ലാവരും ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചുള്ള ഒരു ബർത്ത്ഡേ പാർട്ടിയാണ്, 70th ബർത്ത്ഡേ പാർട്ടിയാണ്. അപ്പോൾ പുള്ളിയുടെ റിക്വസ്റ്റ് എന്ന് വെച്ചാൽ എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ലെവലിലായിട്ടൊരു സ്പൈസിനെസ്, എല്ലാവർക്കും കണ്ടുപിടിച്ചുള്ള കുറച്ച് ഫുഡുകൾ വേണം. ഇതൊക്കെയായിരുന്നു എനിക്കൊണ്ട് ബ്രീഫ്. അപ്പം ആ ഒരു ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് നമുക്കെപ്പോഴും ഒരു ട്വിസ്റ്റ് കൊണ്ടുവരുന്ന ആൾക്കാരുള്ളൂ നമ്മൾ കൊച്ചിയിൽ എന്ന് പറഞ്ഞാൽ. അപ്പം അതിലെങ്ങനെ ചെയ്യാന്നുള്ളത് ചിന്തിച്ചപ്പോൾ ഫസ്റ്റ് ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ട്. അത് നമ്മുടെ വെഡ്ഡിങ് സീരീസ് എന്നുള്ള വെൽക്കം ഡ്രിങ്കാണ്. നമ്മുടെ കോക്കനട്ട് ആൻഡ് ലൈം മൊഹിറ്റോ. അതിപ്പോൾ നല്ല വെതറാണ്, അപ്പോൾ അത് നല്ല ആപ്റ്റ് ഒരു ഡ്രിങ്കാണ്. അത് കുടിച്ചതിന് ശേഷം സ്റ്റാർട്ടേഴ്സായിട്ട് അവർ കഴിക്കാൻ പോണത് നമ്മുടെ അരിപ്പത്തിരി ബീഫ് റോൾ. നമ്മുടെ നാടൻ അരിപ്പത്തിരിയുടെ കോൺസെപ്റ്റാണ്, പക്ഷെ അത് വെച്ച് ചെയ്യാൻ പറ്റില്ല, റോൾ ചെയ്യാൻ പറ്റില്ല. റോൾ ചെയ്ത് ഇതിൻ്റെ അകത്ത് ഫില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബീഫ് റോസ്റ്റ്, അതായത് വാരിയല് ബീഫ് നമ്മൾ നല്ലപോലെ വരട്ടിയെടുത്ത റോസ്റ്റ് മീറ്റ് പുള്ളിയും, അതായത് പുൾഡ് ബീഫ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ചെയ്തിട്ട് ഇതാണ് ഇതിൻ്റെ ഫില്ലിംഗ് വരുന്നത്. അപ്പോൾ ഒരു സ്പ്രിംഗ് റോളിൻ്റെ ഒരു സ്റ്റൈലാണ്, പക്ഷെ ഇത് വറക്കത്തില്ല. അരിപ്പത്തിരി ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ പൊട്ടിപ്പോവും, സൈഡ് പൊട്ടിപ്പോവും നമ്മളിങ്ങനെ റോൾ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ മാവ്, ഇതൊരു ബാറ്റർ ഉണ്ടാക്കുമ്പോൾ അതിൽ അരിപ്പൊടിയുണ്ട്, മൈദയുണ്ട്, പിന്നെ നോർമൽ ഫ്ലവർ ഉണ്ട്, പിന്നെ എഗ്ഗും പെപ്പറും ആ സീസണിങ് ഒക്കെ ഉണ്ട്. ഇത് നമ്മൾ പാൻ കേക്ക് പോലെ ഉണ്ടാക്കിയിട്ട് ഈ ഫില്ലിങ് ചെയ്ത് നമ്മളിത് റോൾ ചെയ്തെടുക്കും. അപ്പോൾ ചെറിയൊരു പ്ലയബിൾ മെറ്റീരിയൽ, ഒരു ഷീറ്റ് പോലെയാവും. അപ്പോൾ അത് ഇത്തിരി റബ്ബറി പോലത്തെ ആ ഒരു എലാസ്റ്റിസിറ്റി ഉണ്ടാവും. അപ്പോൾ ഇത് ചെയ്യുന്ന വെച്ചാൽ സേഫാണ് ആ ഒരു. പിന്നെ നമ്മൾ അതിൻ്റെ തന്നെ ഈ ബീഫ് ഉണ്ടാക്കിയ ഗ്രേവി റിഡക്ഷൻ ചെയ്തിട്ട് അതൊരു സോസ് പോലെ അതിൻ്റെ പൊക്കത്ത് ഇങ്ങനെ ഡ്രിസിൽ ചെയ്യും നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആൾക്കാർ കഴിക്കണവർക്ക് ഇത് ബോൺലെസ് ആണ്. കഴിക്കുമ്പോൾ അവർക്ക് വായയിൽ ഇപ്പം അവർക്ക് വരുന്ന ടേസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പം മൈദ ഉള്ളതുകൊണ്ട് അവർക്ക് ഒരു പൊറോട്ടയുടെ ഫീലിംഗ് വരാം. അരിയുടെ ഇതുള്ളതുകൊണ്ട് ഒരു അരിപ്പത്തിരി, നാട്ടിൽ ബീഫ് ആൻഡ് അരിപ്പത്തിരി നല്ല കോംബോ ആണ്. ആ ഒരു ഫീലൊക്കെ അവർക്ക് ഒരു നോസ്റ്റാൾജിക് ഫീലിംഗ് വരും. ഇതാണ് അതിൻ്റെ പുറകിലുള്ള ഒരു കാരണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യുന്നത് ജാക്ക് ഫ്രൂട്ട് വിങ്സ്. അത് നമ്മൾ അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ പച്ചച്ചക്ക വാങ്ങി ചോപ്പ് ചെയ്തിട്ട് അതിൽ നമ്മൾ ഒരു ക്രം കോട്ടിങ് കൊടുത്തു. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മളൊരു ഇപ്പോൾ വിങ്സ് എന്ന് പറയുമ്പോൾ ഒരു ബോൺ സ്ട്രക്ചർ വേണമല്ലോ. അപ്പോൾ ബോണിന് പകരം ഇതൊരു വെജിറ്റേറിയൻ സ്റ്റാർട്ടർ കേട്ടോ. നമ്മൾ
കരിമ്പില്ലേ, കരിമ്പിന്റെ കഷ്ണത്തിലാണ് ഇത് ഫോം ചെയ്തേക്കുന്നത്. അത് എന്നിട്ട് നമ്മൾ ഡീപ് ഫ്രൈ ചെയ്തെടുത്തു. ഇത് കൊടുക്കുന്നതോ ഇവിടെ ഈ അയോളി എന്ന് പറഞ്ഞൊരു സോസ് ഉണ്ട്, നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഗാർലിക് മയോ പോലത്തെ അയോളി സോസ് എന്ന് പറയും. ഇതിനെ നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് മസ്റ്റേർഡും, അതായത് കടുക് പൊട്ടിച്ചതും പിന്നെ കറിവേപ്പിലയും, അപ്പോൾ ഒരു സൗത്ത് ഇന്ത്യൻ, അത് കേരള ഒരു ഫീല് കൊടുത്തിട്ട് നമ്മളതിനെ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യും. പിന്നെ അത് സീസണിങ് അതിൻ്റെ പക്കത്ത് വെച്ച് ഗാർണിഷ് ഒക്കെ പോകുന്നുണ്ട് നമ്മൾ ഡേറ്റ് ചെയ്യുന്ന സമയത്ത്. ചോപ്ഡ് സ്പ്രിംഗ് ഓണിയൻസും പിന്നെ നമ്മുടെ ഒരു കൊറിയൻ സ്പൈസ് ഉണ്ട്, ഈ റാമൻ നൂഡിൽസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അവർ വിടുന്ന ഒരു റെഡ് പെപ്പർ കോഴ്സായിട്ട് പൊടിച്ചേക്കണ റെഡ് പെപ്പർ ഉണ്ട്, അതിൻ്റെ ഫ്ലേക്സ് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു കാണാൻ ഭംഗിയുണ്ട്, ഒരു ഡിഫറെൻ്റ് ചക്ക വെച്ചുള്ളൊരു പരിപാടിയാണത്. പിന്നെ നമ്മുടെ സ്റ്റാർട്ടേഴ്സിൽ എന്തൊക്കെയുണ്ടെന്ന് എന്തൊക്കെയാണ്, ചിക്കൻ കൊണ്ടാട്ടം. ചിക്കൻ കൊണ്ടാട്ടം എല്ലാവർക്കും അറിയാം. അതൊരു പ്ലേ ആണ്, ഒരു ഫൺ പ്ലേ ആണ്. അത് അത്യാവശ്യം ടാങ്കി സ്വീറ്റ് ഫ്രൈഡ് ചിക്കനിൽ ഒരു സീസണിങ് കൊടുത്തൊരു മസാല പോലത്തെ സംഭവം. പിന്നെ മെയിൻ കോഴ്സിൽ ഇപ്പം ഈ ഗ്രഗറി ചാട്ടം എന്ന് വെച്ചാൽ പുള്ളിക്ക് കുറേ നാളായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ പുള്ളിക്ക് ഇപ്പോഴും നാടായിട്ട് ഇപ്പോഴും നല്ല അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു മനുഷ്യനാണ്. അന്ന് കേരളത്തിൽ നിന്ന് ഒത്തിരി ഫയറി ആയിട്ടുള്ള, അതായത് എരിവ് കൂടുതൽ ഡിഷ് എടുക്കാണ്ട് നമ്മൾ മപ്പാസ് യൂസ് ചെയ്തു, മട്ടൻ മപ്പാസ്. അതാണെങ്കിൽ ഇത്തിരി ക്രീമിനെസ് ഉണ്ട്, നല്ല കോക്കനട്ടിൻ്റെ ഒക്കെ ബോൺലെസ് തന്നെയാണ് അതിൽ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ മപ്പാസ് ഉണ്ട്, മട്ടൻ മപ്പാസ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ ബട്ടർ മസാല. പുള്ളിക്ക് അറിയില്ല, പുള്ളിയുടെ കുറേ വിളിച്ചാണ് ഗസ്റ്റൊക്കെ തന്നെ ഒരു നോർത്ത് ഇന്ത്യൻ പിന്നെ ഒരു വൈറ്റ് കമ്മ്യൂണിറ്റി എന്നൊക്കെയാണ് കൂടുതൽ വിളിച്ചേക്കുന്നത്. അപ്പോൾ അവർക്കും കൂടി ആപ്റ്റായിട്ടുള്ള ഒരു ഡിഷുകൾ എടുത്താണ്. അതുപോലെ പനീർ വെച്ചിട്ടൊരു ബട്ടർ മസാലയുണ്ട്. പിന്നെ നമ്മുടെ നെയ്ച്ചോറുണ്ട് ഇതിനൊക്കെ കൂടെ. പിന്നെ നാൻ ബ്രെഡ്, പിന്നെ സാലഡുകൾ സൈഡിലുണ്ട്. മെയിനായിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ അത് കൂടാണ്ട് പുഡിംഗ് ആയിട്ട് വെച്ചേക്കണത് ഇളനീർ പായസമാണ്. ഇളനീർ എന്ന് പറയുമ്പോൾ നമ്മുടെ യങ് കോക്കനട്ട് ഫ്ലഷ് വെച്ചിട്ട് ഞങ്ങളുടെ ഒരു സ്റ്റൈലിൽ ഞങ്ങൾ ചെയ്യുന്നത്. അതൊരു നല്ല റിച്ചാണ്, ക്രീമിയാണ്, ഒത്തിരി ഹെവി അല്ല, ലൈറ്റ് ആയിരിക്കും അത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ മെനു. പിന്നെ പനീർ ബട്ടർ മസാലയും പനീർ മസാലയും ടിക്ക മസാല, ചിക്കൻ ടിക്ക മസാലയും നമ്മളോട് നാൻ ബ്രെഡ്. അപ്പം എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും എക്സ്പീരിയൻസ്, അതായത് ഇന്ത്യയുടെ ഒരു ഓൾമോസ്റ്റ് എല്ലാ കുസിനും നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് ഇതിൽ. നമ്മളങ്ങനെ ഇന്നത്തെ ഇവൻ്റ് നടക്കുന്ന സ്ഥലത്തെത്തി. ഇതാണ് മാരിയറ്റിൻ്റെ അണ്ടറിൽ വരുന്നൊരു ഹോട്ടലാണ് മിൽട്ടൺ കെയ്ൻസിൽ. ഇത് എഫിച്ചേട്ടൻ സിനാച്ചേട്ടൻ്റെ ഫ്രണ്ടാണ്. കക്ഷി ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഷെഫാട്ടോ. ഇനിയുള്ള അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഫങ്ഷനിലെ കാഴ്ചകളാണ് ഈ കാണുന്നതെല്ലാം. ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ സാധിച്ചില്ല, കാരണം നല്ല തിരക്കായിരുന്നു. അങ്ങനെ പരിപാടിയെല്ലാം ഏകദേശം അവസാനിച്ചു. ഞങ്ങൾ പതിയെ ക്ലീനിങ്ങിലേക്ക് കിടന്നു. ഇതിനിടയിൽ ഞങ്ങൾ എബിച്ചേട്ടനെ യാത്രയാക്കി. ആ കാഴ്ചയാണിത്. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. നാട്ടിലൊക്കെ കാറ്ററിങ്ങിന് പോയിട്ടുള്ളവർക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു കാഴ്ചയായിരിക്കും ഇത്. അകത്തിരിക്കായിരുന്നു, പക്ഷെ നല്ല ചൂട്, അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇരുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ച് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തിരിച്ച് ലോഡ് ചെയ്ത് തുടങ്ങി നമ്മൾ. അവസാനം അതും തീർത്ത് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 12:30 കഴിഞ്ഞു. ഫൈനലി നമ്മൾ നമ്മുടെ വീടിനടുത്തെത്തി. സമയം 1 മണിയായി. ഇനി പോയിട്ട് നല്ലൊരു കുളി പിടിച്ച് അങ്ങ് കിടന്നുറങ്ങണം. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് പിന്നെ കാണാം. ബൈ.